റീസെൻ്റ്ലി ടീനേജേഴ്സിൻ്റെ ഇടയിൽ വേപ്പിൻ്റെ യൂസേജ് കൂടുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. വേപ്പ് ആൾക്കാർ ഇപ്പോൾ പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്താണ്? സിഗരറ്റിൽ ഉണ്ടായിരുന്ന ടൊബാക്കോ ടാർ പോലത്തെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഇല്ല എന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷേ വേപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ എയറസോൾ ഇൻഹലേഷൻ കാരണം കൊണ്ട് പഠനങ്ങൾ പറയുന്നത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നുള്ളൂ ബോഡിക്ക്. എന്നിരുന്നാലും വേപ്പിൽ നിന്നും തുടങ്ങിയിട്ട് സിഗരറ്റിലോട്ട് മാറുന്ന കുറേ ക്ലയൻസ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവർ ഈ ഒരു സൈക്കിളിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് നിർത്താൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നിട്ട് പല മാർഗങ്ങളും അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് ചൂയിങ്കം വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിക്കോട്ടിൻ പാച്ചസ് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ എന്നാലും അവർ ആ സിഗരറ്റ് അല്ലെങ്കിൽ ആ വേപ്പിലോട്ടാണ് തിരിച്ചു പോകുന്നത്. ഇത്തരം കേസസിൽ ഒരു സ്മോക്കിംഗ് സെസേഷൻ പ്രോഗ്രാമിലൂടെ നമ്മുടെ അടുത്തേക്ക് വന്നാൽ ഈ ഒരു ഹാബിറ്റ് എളുപ്പം തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും ഇത്തരം രീതിയിൽ സ്മോക്കിംഗ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് യൂസേജ് എന്ന് പറയുന്ന സൈക്കിളിൽ പെട്ട് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.